സ്ട്രേഞ്ചേഴ്സായ എല്ലാവരും നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണോ? ആലോചിക്കേണ്ട വിഷയമാണിത്, അല്ലേ? സ്ട്രേഞ്ചേഴ്സായി പുറം ലോകത്ത് നിന്ന് വരുന്നവർ. ഇന്ന് മോഡേൺ യുഗമാണ്, ഫോണിൻ്റെ കാലഘട്ടം. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ഉമ്മയോട് സംസാരിക്കുന്നതിനേക്കാളേറെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ബെസ്റ്റീനോടാണ്, എൻ്റെ ചങ്കിനോടാണ്. പുതിയ വാക്കാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ള, ബെസ്റ്റി, ചങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഞാൻ എൻ്റെ ഉമ്മച്ചീനോട് വഴക്കിട്ടാലും എൻ്റെ സുഹൃത്തിനോട് വഴക്കിടില്ല. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, ഈ ബെസ്റ്റീനെ നീ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെയാണ് ഇവരെ ബെസ്റ്റി എന്ന് പറഞ്ഞ് ആ ഒരു ലിങ്കിലോട്ട് കയറ്റി വെച്ചിട്ടുള്ളത്. സോ ഒരിക്കലും കാണാത്ത ഒരാളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് അവരെ കടത്തിവിട്ട ആ ഒരു കാര്യം എന്താണ്? വീട്ടിലെ അവസ്ഥകളിൽ നിന്നും മാറിപ്പോകാൻ, ഒറ്റപ്പെടലിൽ നിന്നും മാറിപ്പോകാൻ അവർ കണ്ടെത്തിയ പുതിയ വഴിയാണത്രേ ഈ മോഡേൺ യുഗത്തിലെ പുതിയ ചാറ്റിങ്ങും പുതിയ ഫ്രണ്ട്സും ഒക്കെ. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ലോകത്ത് ഞാൻ ഹാപ്പിയാണ് എന്നാണ്. കാരണം അതൊരു മാസ്മരികമായൊരു ലോകമാണ്, ഫാൻറ്റസി വേൾഡ്, അല്ലേ? അവരാഗ്രഹിക്കുന്ന പോലെ തമാശകൾ പറയുന്നു, അവരാഗ്രഹിക്കുന്ന പോലെ ചിരിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു, സ്നേഹം മാത്രമാണ്. വീട്ടിലാണെങ്കിലോ ഓപ്പോസിറ്റ്. ഉമ്മച്ചി വഴക്ക് പറയുന്നുണ്ട്, പഠിക്കാൻ പറയുന്നുണ്ട്, ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട്, നിസ്കരിക്കാൻ പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും എൻ്റെ ബെസ്റ്റി പറയുന്നില്ല. സോ എൻ്റെ ബെസ്റ്റിയാണ് എനിക്ക് നല്ലത് എന്നൊരു ചിന്തയിലാണ് ഈ മക്കൾ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ ഇവർ ഫുൾ ടൈം ഈ ഓൺലൈനിൽ ഇരിക്കുന്നവരുടെ ന്യൂസുകളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിഷമത്തോടു കൂടി കേട്ടിട്ടുള്ളതും. എല്ലാം വേണം, പക്ഷേ എന്താ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് സാറന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്കൊരു കത്തി ഉണ്ടല്ലേ, ഒരു കത്തി തന്നു കഴിഞ്ഞാൽ ആ കത്തി എന്തിനൊക്കെ യൂസ്ഫുള്ളാണ് എന്ന് ആദ്യം നമ്മളെ മൈൻഡിലോട് കൊണ്ടുവരണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതെ, കത്തി കൊണ്ട് നമുക്കൊരാളെ കൊല്ലാനും പറ്റും, അതേ കത്തി കൊണ്ട് തന്നെ നമുക്ക് ആഹാരം പാചകം ചെയ്ത് കഴിക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കത്തി നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത് ഞാനാ, അല്ലേ, അല്ലെങ്കിൽ നമ്മളാ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഫോണും ഈ മോഡേൺ കാലഘട്ടത്തിൽ വന്ന ഈ എല്ലാ ഈ സാധനങ്ങളും ഒക്കെ. ഇതിലൊക്കെ ഒരു പോസിറ്റീവ്സ് ഉണ്ട്. ആ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് യൂസ് ചെയ്യുന്നവർ അൽഹംദുലില്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ബിവെയർ ചെയ്യിക്കണം. നമ്മളുടേതായിട്ടുള്ള ഫ്രണ്ട്സ് സർക്കിൾ എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ്, നമ്മളെന്നും കണ്ട് വളരുന്നവർ, റിലേറ്റീവ്സ് അല്ലാത്ത പൊതുസമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ ഒരിക്കലും നമ്മളുടെ എല്ലാ ഓപ്പൺ അപ്പ് ആവരുത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരിക്കലും നമ്മൾ അവരോട് ഷെയർ ചെയ്യാനേ പാടില്ല. ഒരിക്കലും കാണാത്ത ഒരാളെ ഒരിക്കലും ആത്മാർത്ഥമായി അനന്തമായി സ്നേഹിക്കുകയേ ചെയ്യരുത്. ഈ മനുഷ്യർ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? പൊടുന്നനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, ആഷ്പൂഷ് സംസാരത്തിലൂടെയൊക്കെ